ബാധിച്ചു. സാധാരണ പനിയാണെന്നാണ് വിചാരിച്ചത്. CT സ്കാൻ എടുത്തു. അവസാനം ഒരു വട്ടം ഞാനത് തിരിച്ചറിഞ്ഞു. ക്യാൻസറാണെന്ന്. എന്തൊക്കെ ചികിത്സകൾ നടത്തി, ഒന്നും ഫലം കണ്ടില്ല. 4 വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസർ വന്നത് എനിക്ക് വിശ്വസിക്കാനായില്ല. അവൻ കഴിച്ച ജങ്ക് ഫുഡ്സ് കാരണമാണെന്ന് അവനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞു. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ ഡോക്ടർ? നമ്മൾ ടിവിയിൽ കാണുന്ന എല്ലാ ജങ്ക് ഫുഡ്സും പരസ്യത്തിൽ പറയുന്ന മാതിരി പഴങ്ങൾ, പാല് അങ്ങനെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുണ്ടാക്കുന്നതല്ല. ഡെയിലി നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണമാകട്ടെ, ന്യൂഡിൽസ്, ജ്യൂസ്, ബിസ്ക്കറ്റ്, ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും പല കെമിക്കലുകളും ചേർത്താണ് തയ്യാറാക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന മാതിരി കുട്ടികൾ ഓരോ ഭക്ഷണവും കഴിച്ച് അതിന്റെ സ്വാദ് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നതല്ല. ഫുഡിന്റെ ടേസ്റ്റ് കുട്ടികൾ കണ്ണുകൾ വഴിയാണ് ആദ്യം ആസ്വദിക്കുന്നത്. ടിവിയിലും മറ്റും കണ്ട് ഇഷ്ടപ്പെട്ട താരങ്ങൾ പറയുന്ന പരസ്യവാചകങ്ങൾ കേട്ട് ഫ്രീ ഗിഫ്റ്റുകളിലും ടാറ്റൂകളിലും എല്ലാം ആകർഷിക്കപ്പെട്ട് അത് മനസ്സിന്റെ ഉള്ളിൽ പോയി പതിഞ്ഞ് അതിൽ നിന്നുണ്ടാകുന്ന ഒരു കൗതുകത്തിൽ നിന്നാണ് ഇത് വേണമെന്നവർ ആവശ്യപ്പെടുന്നത്. ഈ പ്രോഡക്റ്റുകളിൽ കളറിന് വേണ്ടിയും ടേസ്റ്റിന് വേണ്ടിയും കേടാകാതിരിക്കുന്നതിന് വേണ്ടിയും ഒക്കെ പല കെമിക്കലുകളും ചേർക്കും. എന്നാൽ ചില കമ്പനികൾ അധിക ലാഭത്തിനായി ഇത് കൂടുതൽ ചേർക്കും. കുട്ടികൾ ബ്രെഡ് മാത്രമാണോ കഴിക്കുന്നത്? ജാം കഴിക്കും, കൂടെ ന്യൂഡിൽസ് കഴിക്കും, ബിസ്ക്കറ്റ് കഴിക്കും, ജ്യൂസ് കുടിക്കും. ഇതിലെല്ലാം വേറെ വേറെ കെമിക്കൽസാണ് ഉള്ളത്. ഇതെല്ലാം കുട്ടികളുടെ വയറ്റിൽ ചെന്ന് കൂടി കലരുമ്പോൾ അത് നല്ലതാകുമോ വിഷമാകുമോ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇന്ന് ഇന്ത്യയിൽ കുട്ടികളിൽ കാണപ്പെടുന്ന ക്യാൻസർ ഏറ്റവും അധികമുള്ള സിറ്റികളുടെ ലിസ്റ്റ് എടുത്താൽ നമ്മൾ 2ാം സ്ഥാനത്തുണ്ട്. നമ്മുടെ തലമുറ അടുത്ത തലമുറയുടെ മരണത്തെ അടുത്തു നിന്ന് കാണുന്ന ഗതികെട്ട ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്റെ നഷ്ടത്തിന് പകരമാവില്ലെങ്കിൽ അതിന് കാരണക്കാരായ സാഫ്രോൺ കമ്പനിക്കെതിരെ. ഞങ്ങളുടെ കമ്പനിയുടെ സാധനങ്ങൾ കഴിച്ചിട്ടാണ് നിങ്ങൾ ക്യാൻസർ വന്നത് എന്തെങ്കിലും തെളിവുകൾ കയ്യിലുണ്ടോ? അവൻ പഠിക്കുന്ന സ്കൂളിലെ ഭക്ഷണത്തിൽ നിന്നാവാം, അതുപോലെ നിങ്ങളുടെ ഏരിയയിലെ വെള്ളത്തിൽ നിന്നാവാം, നിങ്ങളെടുത്തിരിക്കുന്ന സിന്തറ്റിക് സാരിയിൽ നിന്ന് പോലും അത് സംഭവിച്ചുകൂടായില്ല. എന്റെ മകൻ സാഫ്രോൺ പ്രോഡക്ട്സ് കഴിച്ചതിൽ നിന്നാണ് മരിച്ചു പോയതെന്നെങ്കിലും തെളിവില്ലാന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തു. അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്നെ തന്നെ ഇവിടെ തെളിവാക്കി മാറ്റണമെന്ന്. എവിടെ വിഷം കഴിച്ചിട്ടാണ് എന്റെ മകൻ മരിച്ചത് അതേ വിഷം തന്നെ ഞാൻ നേരവും കഴിച്ചു. സത്യം ബോധ്യപ്പെടുത്താൻ, നമ്മുടെ രക്തത്തിൽ വരുന്ന മാറ്റങ്ങൾ അറിയാൻ 120 ദിവസം വേണമെന്നാണ് പറയുന്നത്. എന്റെ പോരാട്ടവും 120 ദിവസം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്രയേറെ. ഇവിടെ 24/7 മോണിറ്റർ ചെയ്യുന്നതിനായി CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. സാഫ്രോൺ പ്രോഡക്ട്സ് ഡോർ ഡെലിവറി ചെയ്യുന്നതിന് ആളുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ 3ാമത്തെ ദിവസം